എൻഡിങ് ആയിരുന്നു കിടില. അവർ കാണട്ടെ, കാണാത്തൊരു സംഭവമുണ്ട്, കാണാനുള്ളതുണ്ട്. വിഷ്വലി സിനിമാറ്റോഗ്രാഫി അല്ല അടിപൊളിയായിരുന്നു. ഹോളിവുഡ് സിനിമകളിലൂടെ മാത്രം നമ്മൾ കണ്ട പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് യുഗത്തെ മിത്തുകളും പുരാണങ്ങളുമായി സംയോജിപ്പിച്ചൊരുക്കിയ നാഗ് അശ്വിൻ്റെ ഒരു സിനിമാറ്റിക് മാർവലാണ് കൽക്കി 2898 AD എന്ന ചിത്രം. കെട്ടുകഥകളെയും പുരാണങ്ങളെയും അടിസ്ഥാനമാക്കി നിരവധി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമ വരുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. AI ടെക്നോളജിയും റോബോട്ടുകളും അരങ്ങുവാഴുന്ന ഈ കാലത്ത് പുരാണങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും അല്ലേ? പുത്തൻ തലമുറയിലേക്ക് പുരാണങ്ങളെയും നിലവിലെ സാങ്കേതികതയും സംയോജിപ്പിക്കുന്ന കൽക്കി എന്ന ചിത്രം പ്രേക്ഷകർക്കൊരു മികച്ച ദൃശ്യവിസ്മയം സമ്മാനിച്ചു. ബിഗ് ബി അമിതാഭ് ബച്ചനിൽ തുടങ്ങി കമലഹാസൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, വിജയ് ദേവരകൊണ്ട, ദുൽഖർ സൽമാൻ, ശോഭന, രാജമൗലി എന്നിങ്ങനെ വമ്പൻ താരനിര ചിത്രത്തിൻ്റെ ഒരു മേജർ അട്രാക്ഷൻ തന്നെയായിരുന്നു. ബ്ലാക്ക് പാന്തർ, ഡ്യൂൾ പോലെയുള്ള സിനിമകളിലെ പ്രചോദനം ചില രംഗങ്ങളിൽ കാണാം. എന്നാൽ തന്നെയും മുതൽ മുടക്കിയ പണത്തിന് അതേ മൂല്യമുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർത്താണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 600 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ക്വാളിറ്റിയിലും സാങ്കേതിക തികവിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും സംവിധായകൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, അളന്നു കുറിച്ച ഫ്രെയിമുകൾ സിനിമയെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ഫിലിമായിരുന്നു. കാരണം ഇപ്പോൾ AI റോബോട്ടും ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പഴയ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റോറി അതിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണാനും ഫീച്ചറിനെ കുറിച്ചുള്ള നല്ലൊരു ഇതാണ് കാണുന്നത്. ദുൽഖർ, കമലഹാസൻ തൊട്ട് ഒരുപാട് നടന്മാരുള്ള ഒരു ചിത്രം കൂടെ ആയിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. അവരുടെ നല്ല ഇതാണ്. അവരുടെ അഭിനയങ്ങളും എല്ലാവരുടെയും നല്ലതായിട്ട് കാണിക്കുന്നത്. കമലഹാസനൊക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ശോഭന, അന്നാപ്പൻ തുടങ്ങിയ എല്ലാ ശോഭനയൊക്കെ നല്ല ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തിരിച്ച് കിട്ടിയ പോലെ ഉണ്ടോ? നല്ല ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ പഴയ ഒരു അവരെ കണ്ട പോലെയൊക്കെ അതേ ഒരു ഇതാണ് കാണിക്കുന്നത്. ഓൾ ടുഗദർ അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമ കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആ എൻഡിങ് ഒരു 15 മിനിറ്റ്സ് കൊള്ളായിരുന്നു. ദുൽഖറിന് ആ ഒരു ചെറിയൊരു ക്യാമിയോ റോൾ പോലെയായിരുന്നു. 10 to 15 മിനിറ്റ്സ് അത് കൊള്ളായിരുന്നു. എൻഡിങ് ആയിരുന്നു കിടില. എനിക്ക് കമലഹാസനെ കൊള്ളായിരുന്നു. പിന്നെ അമിതാഭ് ബച്ചൻ്റെ പിന്നീട് സത്യം പറഞ്ഞാൽ ആ റെഫറൻസ് ഉള്ളായിരുന്നു. മഹാഭാരതത്തിൻ്റെ റെഫറൻസ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് കിടിലായിരുന്നു. അതിനെ സമയം അടിപൊളി, സൂപ്പറാണ്. സംഭവമുണ്ട്, കാണാനുള്ളതുണ്ട്. അവർ കാണട്ടെ, കാണാത്തൊരു എല്ലാവർക്കും അവരൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോരുത്തർക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് തോന്നിയില്ല. ഇപ്പോൾ AI റോബോട്ടൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മഹാഭാരതം അല്ലെങ്കിൽ ആൻഷ്യൻ ഹിസ്റ്ററിക്കൊക്കെ എന്താണ് റോൾ ഉള്ളതെന്നുള്ളൊരു സംഭവം. ഇതൊരു മിത്തല്ല, കുറേ പേര് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. കുറേ ഹിന്ദുക്കളിൽ തന്നെ ഈ കൽക്കി അവതാരം അപ്പം അങ്ങനെയൊക്കെ പറയുമ്പം എന്തുവാ, ഞാൻ പൊതുവേ ഒരു വിശ്വാസം ഇല്ലെങ്കിലും കുറേ വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ സലാറൊക്കെ പറയുകയാണെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു ഫാൻറ്റസി എന്ന് പറയും. ഇത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു വിശ്വാസമുണ്ട് ചിലവർക്ക്. അപ്പം അത് പിന്നെ AI അതിപ്പം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് റോബോട്ടിക്സ് വിഷ്വലി ഇത് ഭയങ്കരമായിട്ട് നല്ല ഫൈറ്റ് ആണെങ്കിലും എല്ലാം നല്ലത്. ഈവൻ ഇപ്പോൾ 2Dയിലും 3Dയിലും പടം നമുക്ക് തിയേറ്ററിൽ അവൈലബിൾ ആണ്. ലൈക്ക് 3D മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലോണം വെച്ചെടുത്തുണ്ട്. ഇനി മൊത്തം കഥയിരിക്കുന്ന സെക്കൻഡ് പാർട്ട്.